നാരായണായ ശ്രീ പത്മനാഭസ്വാമിക്ക് വേണ്ടി ദേവി ലക്ഷ്മി കേരളത്തിൻ്റെ തെക്ക് ഭാഗമായ പാറശാല നെയ്യാറ്റിൻകര താലൂക്കിൽ നിന്നും ശ്രീ പത്മനാഭസ്വാമിയോട് സംഭവാമി യുഗേ യുഗേ എപ്പിസോഡ് 1-ാം അധ്യായം സമർപ്പിക്കുന്നു. സ്വാമിയോട് കുടുംബം, കുലം കൊണ്ട്, ഗോത്രം കൊണ്ട് യാതൊരു ബന്ധമില്ലായെങ്കിൽ തന്നെയും തൻ്റെ കരുണയും വാത്സല്യവും സ്നേഹവും കൊണ്ട് ക്ഷീരം തന്ന് അനുഗ്രഹിച്ചതിന് ശ്രീ പത്മനാഭസ്വാമിക്ക് ദേവി ലക്ഷ്മി ഇന്ന് നന്ദി പറയുന്നു. ഇന്ന് തിരുവോണ നക്ഷത്രം നിൽക്കും സമയം എന്നും ഓണമാണെന്ന് ശ്രീ പത്മനാഭസ്വാമി അറിയിക്കുന്നു. അത് നേരത്തെയും അങ്ങനെ തന്നെയാണ്. 2026 ജൂലൈ 3 തിരുവോണ നക്ഷത്രം നിൽക്കും സമയം. പകൽ ഗൗരി പഞ്ചാംഗം 6:46 സമയം. ജനിതകയുഗം എന്ന ചരിത്രം ഇവിടെ ആരംഭിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമിയുടെ കുടുംബത്തിൽ തന്നെ അംഗമാകേണ്ട ആളാണെന്നും സ്വാമി അഭിമാനപ്പെടുന്നു. എന്നാൽ അങ്ങനെയല്ല. ശ്രീ പത്മനാഭസ്വാമി പറയുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളുടെ പാരൻ്റൽ ഓണർഷിപ്പ് ഇന്ന് തന്നെ നിശ്ചയിക്കണമെന്നും ജീൻ ടെസ്റ്റ് നടത്തി അതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കണമെന്നും ആവശ്യപ്പെടുന്നു. ദേവി ലക്ഷ്മിയുടെ അച്ഛൻ ജയധർ ഡോക്ടർ ആണെന്നും അമ്മ സുശീല ആണെന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തത് വിശുദ്ധ അൽഫോൺസാമ്മയുടെ കുടുംബത്തിൽ നിന്നും ഉള്ള ആളാണ് അമ്മയെന്നും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ കുഞ്ഞുങ്ങളുടെ ഓണർഷിപ്പ്, അതായത് ജനിതകം എന്ന് പറയുമ്പോൾ ജീൻ ടെസ്റ്റ് നടത്തിയാൽ അച്ഛനും അമ്മയും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. ഇവിടെ പറയുന്നതനുസരിച്ച് ആരാധ്യ ദേവി ലക്ഷ്മിക്ക് അപസ്മാരത്തിൻ്റെ അസുഖമുണ്ടെന്നും അത് അച്ഛൻ വേറെയാണെന്നും ഉള്ള തർക്കം നിലനിൽക്കുന്നതായി സ്വാമി അവകാശപ്പെടുന്നു. അത് അങ്ങനെയല്ല. അത് മരുന്ന് കുത്തിവെച്ച് അനുപമ ഹോസ്പിറ്റൽ വഴി മരുന്ന് കുത്തിവെച്ചാണെന്ന് സ്വാമി പറയുന്നു. അതുകൊണ്ട് ഇത് ജീൻ ടെസ്റ്റ് നടത്തി യഥാർത്ഥ അച്ഛൻ കണ്ടെത്തി കുഞ്ഞിൻ്റെ അസുഖം മാറ്റണം എന്നും കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള അസുഖം ഇല്ല എന്നും സ്വാമി വെളിപ്പെടുത്തുന്നു. കലാരംഗങ്ങളിൽ അധികമായ അഭിനിവേശം കാണിക്കുകയും പഠനത്തിൽ, ഹാൻഡ് റൈറ്റിങ്ങിൽ, എഴുത്തിൽ എല്ലാത്തിലും ഉന്നത സ്ഥാനം സിംഗപ്പൂരിൽ പഠിത്തത്തിനനുസരിച്ച് 1-ാം റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തു എങ്കിൽ ഇനിയും വിദ്യാഭ്യാസത്തിൻ്റെയും ജോലിയുടെയും മേഖലകൾ നല്ല രീതിയിൽ ആവുമെന്ന് സ്വാമി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം ജീൻ ടെസ്റ്റ് മലബാറിലെ ഹോസ്പിറ്റലിലുണ്ട്, അതോടൊപ്പം കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലിലുണ്ടെന്ന് സ്വാമി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് 24 മണിക്കൂറിനകം സ്വാമിയുടെ ക്ഷേത്രത്തിൽ അറിയിക്കണമെന്ന് സ്വാമി പറയുന്നു. ആരാധ്യ ദേവി ലക്ഷ്മി, സുഹൈൽ, ചന്തു ദേവസഹായം 3 പേരുടെയും ഓണർഷിപ്പ് സ്വാമിക്ക് വേണമെന്ന് സ്വാമി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നതനുസരിച്ച് പാരൻ്റൽ ഓണർഷിപ്പ് മാറ്റാൻ പറ്റുകയില്ല. അത് യഥാർത്ഥമായിട്ടുള്ള അച്ഛനെ തന്നെ ഏൽപ്പിക്കണം. ഇതിൻ്റെ പിന്നിൽ ദേവി ലക്ഷ്മിക്ക് അറിവോ ഇല്ല എന്ന് ഇപ്പോൾ തന്നെ അറിയിക്കുന്നു. സ്വാമി പറയുന്നത് മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഇത് ജനിതകയുഗം, പുതിയ ഇറ ഇവിടെ ആരംഭിക്കുന്നു. അതായത് ഇനി മുതൽ സ്വാമിയുടെ യഥാർത്ഥ ആൾ തന്നെയാണെന്നും സംഭവാമി യുഗേ യുഗേ സംഭവിച്ചതെല്ലാം നല്ലതിനാണെന്നും സ്വാമി പറയുന്നു. പക്ഷേ ഏതൊരു വിധത്തിലുള്ള തെറ്റായ നീക്കങ്ങൾക്കോ വഴക്കുകൾക്കോ കൊലപാതക കേസിനോ ദേവി ലക്ഷ്മി ഇടപെടുന്നതല്ല. അങ്ങനെ ഒരു സംഭവമായിട്ട് ഒരു ഉദ്യോഗസ്ഥനോ അധികാരപ്പെട്ട കോടതി ഉദ്യോഗസ്ഥനോ ആരും തന്നെ വരാൻ പാടുള്ളതല്ല. അത് ടെൻഷൻ വന്ന് വീണ്ടും പഴയ രീതിയിലാവുന്നത് കൊണ്ട് അങ്ങനെ വരാൻ സാധിക്കുകയില്ല. സ്വാമി നടത്തുന്നതനുസരിച്ച് വളരെ സമാധാനമായിട്ട് തന്നെ കുഞ്ഞുങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അധികാരശക്തിയിൽ 7 കടൽ കടന്ന് എത്തിയ മുസ്ലിം കുടുംബം രക്ഷിക്കുവാനും എൻ്റെ മകളെയും കുഞ്ഞിനെ രക്ഷിക്കുവാനും എനിക്ക് സാധിച്ചതിൽ ഞാൻ ശ്രീ പത്മനാഭസ്വാമിക്കും കറുപ്പസ്വാമി മധുരയ്ക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നതനുസരിച്ച് അൻസർ എന്ന് പറയുന്ന ആളിനെ ഈ കേസിൽ കുരുക്കുവാനുള്ള നടപടികൾ ശത്രുവംശം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതൊന്നും തന്നെ സാധുവാകുന്നതല്ല. എൻ്റെ അറിയിപ്പോ സമ്മതവും കൂടാതെ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ പ്രാർത്ഥന കസ്റ്റഡിയിൽ ഇരിക്കുമ്പടി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിന് വേറെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുന്ന് 7 കടൽ കടന്ന് മാറ്റിയെങ്കിൽ അതുപോലെ തന്നെയാണ് ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, അമോറൽ ഹോം, അതായത് സ്വന്തമായി ഉത്ഭവിച്ച കുഞ്ഞുങ്ങൾ ശ്രീ പത്മനാഭസ്വാമി എല്ലാ ദൈവങ്ങളോടും സഹകരിച്ചുണ്ടായ കുഞ്ഞുങ്ങളെ മാറ്റാൻ സാധിക്കുകയില്ല. നാഗശീലത്തിലുണ്ടായ കുഞ്ഞിനെ ഇത്രയും കഷ്ടപ്പെടുത്തിയതിന് സ്വാമി നന്ദി പറയുന്നു. അതായത് ഇത്രയും കഷ്ടപ്പെടുത്തി അമ്മ എന്ന അവകാശവാദം പറഞ്ഞ് അച്ഛൻ എന്ന അവകാശവാദം പറഞ്ഞിട്ടില്ല. പക്ഷേ അച്ഛൻ ആരെന്ന് അവർക്കറിയത്തില്ല. അതുകൊണ്ടാണ് അവർ ഈ കളി കളിക്കുന്നതെന്ന് സ്വാമി പറയുന്നു.
പക്ഷേ അച്ഛൻ ആരെന്ന് അറിഞ്ഞുവെങ്കിൽ അവരാരും ഇന്ന് ഇടപെടുകയില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ തന്നെ, ഈ വീട്ടിൽ തന്നെ താമസിക്കുവാൻ സ്വാമി ആവശ്യപ്പെടുന്നു. ഇതോടൊപ്പം നിയമക്കുരുക്കുകളിൽ അൻസർ, സുഹൈൽ, മാഹിൻ, റംല ഇവരെ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ലെന്ന് ദേവിലക്ഷ്മി ആധികാരികമായി ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിൽ മാറ്റമൊന്നും തന്നെയില്ല. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്ത് കുറവുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് മാറ്റിയെടുക്കാൻ ദേവിലക്ഷ്മി സന്നദ്ധയാണെന്നും അതോടൊപ്പം മുസ്ലിം കുടുംബത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, കുടുംബങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും, അതായത് ഒരു അക്ഷരം പഠിക്കണമെങ്കിൽ ആദ്യം സ്ലേറ്റ് വേണം, സ്ലേറ്റിൽ വരയ്ക്കണം, വരച്ചാൽ മാത്രമേ വര നീണ്ട് അക്ഷരമാവുകയുള്ളൂ. അതുപോലെ അധ്യാപിക ബേസിക്കായിട്ട് ഉള്ള കാര്യങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. അൻസർ, സുഹൈൽ, മാഹീൻ, റംല ഇവർക്ക് യാതൊരു കേസും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. അതോടൊപ്പം ഷബീർ, ഷാജഹാൻ കുടുംബത്തിനും ഒരു കേസും ഉണ്ടായിരിക്കുന്നതല്ല. അവരെ വളർത്തിയതിന് നന്ദി പറയുന്നു. അതുകൊണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ദേവിലക്ഷ്മിയെ ഒരു കോടതി ഉദ്യോഗസ്ഥനോ ഒരു ബന്ധുക്കളോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ സമീപിക്കാൻ പാടില്ല എന്നും இந்த കളിയിലുള്ള CI പരിധിയിലുള്ള സ്റ്റേഷനിലുള്ള അൻസർ എന്ന് പറയുന്ന ആളിനെ എനിക്കുമായിട്ട് കണക്ട് ചെയ്ത് ദൈവത്തിൻ്റെ മുമ്പിൽ സഹായം ഹസ്തം ഭിക്ഷാടനം എടുക്കാതെ ജീവിക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേവിലക്ഷ്മി സെപ്റ്റംബർ 14 അദ്ദേഹത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്നു ഇന്നു മുതൽ എന്ന് ആധികാരികമായി ഔദ്യോഗികമായി അറിയിക്കുന്നു. ഇവർക്ക് ഏതൊരു കേസ് തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. വേറെ ആരും തന്നെ എന്നോട് സംസാരിക്കേണ്ട കാര്യമില്ല, ഞാൻ ഇടപെടുന്നതല്ല. ജനിതയുഗം ജീൻ ടെസ്റ്റ് നടത്തി 24 മണിക്കൂറിനും സ്വാമിയുടെ ക്ഷേത്രത്തിൽ അറിയിക്കണമെന്ന് സ്വാമി ആവശ്യപ്പെടുന്നു. ഓം നമോ നാരായണായ.